ഹലോ, നമസ്കാരം. വെൽവിൻ റെക്കോർഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 125cc കമ്മ്യൂട്ടർ ബൈക്ക് സെഗ്മെൻറ്റിൽ ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിലും പ്രത്യേകതകളോടുകൂടിയും ബജാജ് അവതരിപ്പിക്കുന്ന ഒരു വാഹനമാണ് ബജാജിൻ്റെ N125. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറഞ്ഞ വിലയ്ക്ക് ഒരു നേക്കഡ് സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്കും നല്ല റോഡ് പ്രസൻസും നല്ല മൈലേജും നൽകുന്ന ബൈക്ക് കൂടിയാണ് N125. യൂത്തിനൊക്കെ ഒരു എൻട്രി ലെവൽ ബൈക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഗിയർലെസ് സ്കൂട്ടറിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ നല്ല ഒരു ഓപ്ഷനാണ് ബജാജിൻ്റെ N125. പുതിയ ഒരു ഷാസിയിലാണ് ബജാജ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. 125cc എയർ കൂൾഡ് എൻജിൻ ISG ടെക്നോളജിയോടുകൂടിയാണ് വരുന്നത്. ISG എന്ന് പറഞ്ഞാൽ ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റാർട്ടർ ടെക്നോളജി. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആൻഡ് സൈലൻറ്റ് സ്റ്റാർട്ട് ആണ്. 12 HP ആണ് വാഹനത്തിൻ്റെ എൻജിൻ. ഈ പുതിയ എൻജിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്നാണ് ബജാജ് അവകാശപ്പെടുന്നത്. കൂടാതെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് N125ൽ വരുന്നത്. നമുക്ക് വാഹനത്തിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടു നോക്കാം. വാഹനത്തിന് 2 വേരിയൻറ്റുകൾ ഉണ്ട്. LED, ഡിസ്ക് ബ്രേക്ക്, ബ്ലൂടൂത്ത് ഒക്കെയുള്ള ടോപ്പ് എൻഡ് വേരിയൻറ്റും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്ത ബേസ് വേരിയൻറ്റും. ഈ 2 വേരിയൻറ്റുകൾ തമ്മിൽ ഏകദേശം 4000 രൂപയുടെ വില വ്യത്യാസമുണ്ട്. ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഡേ ടൈമിലും നല്ല വിസിബിലിറ്റി ലഭിക്കുന്നു. വളരെ ലൈറ്റ് ക്ലച്ച് ആണ്. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ബട്ടർ സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം ബജാജ് ഈ വാഹനത്തിന് കിക്ക് സ്റ്റാർട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സും. റിമുകളിൽ മാത്രമല്ല വാഹനത്തിൽ പലയിടങ്ങളിലും നമുക്ക് ഗ്രാഫിക്സ് വർക്കുകൾ കാണാൻ സാധിക്കും. ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. പെട്രോൾ ടാങ്കിൽ നിന്നും താഴേക്ക് ഒഴുകിയിറങ്ങുന്ന രീതിയിലാണ് സീറ്റിൻ്റെ ഡിസൈൻ. ഒരുപാട് ഹാർഡ് അല്ലാത്തതും സോഫ്റ്റ് ആയതുമായ കുഷ്യനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ പൾസറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. പെട്രോൾ ടാങ്കിൻ്റെ തൊട്ട് മുൻപിലായി ഒരു മൊബൈൽ ചാർജിംഗ് പോർട്ടും കൊടുത്തിരിക്കുന്നു. കൂടാതെ 1295 mm വീൽ ബേസും ഒരു 198 mm ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനം നൽകുന്നു. ഗ്രാബ് ഹാൻഡിൽ സിംഗിൾ പീസ് ആണ് വരുന്നത്. ഒരു അണ്ടർ ബെല്ലി സൈലൻസർ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. സെൻറ്റർ സ്റ്റാൻഡിൻ്റെ സ്റ്റോപ്പ് ബുഷ് ഉറപ്പിച്ചിരിക്കുന്നത് സൈലൻസർ ബോക്സിൻ്റെ അടിയിലായിട്ടാണ്. നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്കുകളിലെ പോലെയുള്ള സിംഗ് ആം ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനും നൽകിയിരിക്കുന്നതിനാൽ നല്ല സ്റ്റെബിലിറ്റിയും ഹാൻഡ്ലിങ്ങും നൽകുന്നു. ഡബിൾ ബാരൽ ഹെഡ് ലാമ്പ് വാഹനത്തിന് നല്ല ഒരു സ്പോർട്ടി ലുക്ക് നൽകുന്നുണ്ട്. നല്ല വിസിബിലിറ്റി നൽകുന്ന സ്ലീക്ക് ഡിസൈനിലാണ് മിറർ ഒക്കെ വന്നിരിക്കുന്നത്. 9.5 ലിറ്റർ ആണ് പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി. ഇതിൽ E20 ഫ്യൂവലും സപ്പോർട്ട് ചെയ്യും. ബജാജിൻ്റെ NS സീരീസിലുള്ള വാഹനങ്ങളുടെ പെട്രോൾ ടാങ്കുമായി നല്ല സാമ്യം തോന്നിക്കുന്നുണ്ട്. ഏകദേശം 60 km/ലിറ്റർ മൈലേജ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ചെയിൻ കവർ ഒരു സിംഗിൾ പ്ലാസ്റ്റിക് പീസ് ആണ്. കൂടാതെ ഒരു കമ്പനി ഫിറ്റഡ് സാരി ഗാർഡും ലഭിക്കുന്നു. സൈഡ് പാനലുകളെല്ലാം സ്ലീക്ക് ആൻഡ് ഫ്ലോട്ടിംഗ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ടെയിൽ ലാംപ്സ് പൾസർ സീരീസിലുള്ള മറ്റു വാഹനങ്ങളെ പോലെ തന്നെയാണ്. ബ്ലൂടൂത്ത് സ്വിച്ചും മറ്റ് കൺട്രോൾ സ്വിച്ചുകളും എല്ലാം നല്ല ഗുണനിലവാരം ഉള്ളത് തന്നെ.
ഇരുവശങ്ങളിലെയും ഹാൻഡിൽ ഗ്രിപ്പുകൾ എല്ലാം NS സീരീസിലും N സീരീസിലും ഉള്ളതുപോലെയുള്ളവ തന്നെ. ഹാൻഡിൽ ബാർ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അലോയ് വീൽ ഡിസൈൻ വളരെ നന്നായിരിക്കുന്നു. വാഹനത്തിന് ഒരു സ്പോർട്ടി ലുക്ക് നൽകുന്നതിൽ അലോയുടെ പങ്ക് വളരെ വലുതാണ്. ബാക്ക് ടയറിൻ്റെ സൈസ് വരുന്നത് 110/80/R17 ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 80/100/17 ഇഞ്ചും ആണ്. കൂടാതെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കും ബാക്ക് ബ്രേക്ക് 130 mm ഡ്രം ബ്രേക്സുമാണ് വന്നിട്ടുള്ളത്. സിറ്റി റൈഡ്സിനൊക്കെ നല്ല കംഫോർട്ട് നൽകുന്ന ഈ ബൈക്കിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 1,05,990 രൂപയും ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,32,000 ആണ്. ഏകദേശം 10,000-നും 15,000-നും ഇടയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ്. വാഹനം വാങ്ങുന്നതിനും ലോൺ സംബന്ധമായ സംശയങ്ങൾക്കും ചേതക് ബജാജുമായി ബന്ധപ്പെടാവുന്നതാണ്. ചേതക് ബജാജിന്റെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് തിരുവല്ല കോഴഞ്ചേരി റോഡിൽ പുല്ലാട് ജംഗ്ഷന് സമീപത്താണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് 2025 ബജാജ് N125ന്റെ വിശേഷങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.